സകല മനുഷ്യരുടെ പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കുറച്ച് നാളുകൾക്ക് ശേഷം മാരിയോ ജോസഫ് പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞുമായിട്ട് ഇറങ്ങിയതിൽ വളരെ സന്തോഷം തോന്നി. പഴയ തുരുത്തി തന്നെയാണ്, അതിനൊന്ന് പുതിയ വീഞ്ഞൊക്കെ ഒഴിച്ച് പുതിയ പരിപാടിയായിട്ട് വന്നതാണ്. മാരിയോ സുവിശേഷം നിർത്തി എങ്കിലും കരച്ചിലൊന്നും മാറിയിട്ടില്ല. കുറച്ചുകൂടെ ഒക്കെ ഒന്ന് വെളുപ്പിച്ച്, കുറച്ചുകൂടെ ഒക്കെ ഒന്ന് നല്ല രീതിയിൽ സോപ്പിട്ട് പതപ്പിച്ച്, രാധാ സോപ്പിനെ ചന്ദ്രിക സോപ്പ് കൊണ്ടിട്ട് പതപ്പിച്ച് പുതിയൊരു മെത്തേഡും ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. കണ്ടപ്പോൾ തന്നെ ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, എങ്കിലും കുറച്ച് സമയം ഞാൻ വെച്ചത് വേറെ ഒന്നുമില്ല. ഇത് എവിടെ വരെ പോകുമെന്ന് അറിയണമല്ലോ. ആരൊക്കെ ഇതിനെ അനുകൂലിക്കുന്നുണ്ട്, ആരൊക്കെ ഇതിനെ പ്രതികൂലിക്കുന്നുണ്ടൊക്കെ എന്ന് അറിയണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ മാരിയോടെ ഈ പഴയ തുരുത്തിയിലെ പുതിയ വീഞ്ഞ് അല്ലെങ്കിൽ പഴയ തുണിയോട് പുതിയ തുണി അങ്ങോട്ട് തുന്നിച്ചേർത്ത് കൊണ്ടുവന്ന പരിപാടി ചിലവർക്കൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞ തക്കിയ മനസ്സിലാക്കാന് കഴിയാത്തവരുടെ മാപ്പ് പറച്ചിൽ പുള്ളിയുടെ കമന്റ് ബോക്സിന്റെ അകത്ത് ഞാനൊന്ന് കണ്ടു. അയ്യോ, താങ്കളിനെ ഞാൻ ഒത്തിരി തെറ്റിദ്ധരിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അയ്യോ അങ്ങനെയല്ലല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. അത് കണ്ടപ്പോ ചിരി വന്നു കേട്ടോ. വെറും ചിരിയല്ല, പൊട്ടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ആദ്യമേ ഒരു കാര്യം പറയാം. ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ പലർക്കും വേദനയൊക്കെ വന്നേക്കാം. ഇപ്പൊ വേദന മാറ്റാൻ വേണ്ടി, ദേഷ്യം നിയന്ത്രിക്കാൻ വേണ്ടി ആരും കസേര എടുത്ത് മറ്റുള്ളവരുടെ തലയടിച്ച് പൊട്ടിക്കൊന്നും ചെയ്തേക്കരുത് കേട്ടോ. അതോടെ ഞാൻ പറഞ്ഞേക്കാം. കസേര എടുത്തേ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊന്നും പോയേക്കരുത്. കാരണം എൻ്റെ ഭാഷകൾ നല്ലതായിരിക്കും, പക്ഷെ ഞാൻ കൈ ഉയർത്തിയൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. നിങ്ങളത് മനസ്സിലായിക്കണം. അത് ചിലവരെ വേദനിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം, ചിലവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം, ചിലവർക്ക് അത് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ടായിരിക്കാം. എങ്ങനെയാണേലും ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. അതിപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി കാണുമല്ലോ. ആ വേദനയും എല്ലാം നിങ്ങൾ മനസ്സിലാക്കിക്കണം കേട്ടോ. കാരണം ഈ കരച്ചിൽ അങ്ങോട്ട് തീരുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേന് ഭയങ്കരമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പം അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എന്തൊക്കെയാണെങ്കിലും വീഡിയോ ചെയ്യാൻ തുടങ്ങി, എന്നെ ഒത്തിരി പേര് അറിയുന്നുണ്ട്. ആ പുള്ളിക്ക് പ്രതികൂലമായിട്ട് അയ്യപ്പനും കൂട്ടരും വീഡിയോ ചെയ്തു. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹത്തെ അറിയാത്ത കുറെ ആൾക്കാരോട് അറിഞ്ഞു. അതുകൊണ്ട് ഒത്തിരി നന്മകൾ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് കേട്ടു നോക്കാം. മാത്രമേ ചെയ്തിട്ടുള്ളൂ. ചിലരുടെ ആരോപണം വഴി എൻ്റെ തെറ്റുകൾ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചിലരുടെ ആരോപണങ്ങൾ വഴി എന്നെ അറിയാത്തവർ അറിയാനിടയായിട്ടുണ്ട്. അതുമൂലം ഒരുപാട് സഹായങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറേയും കൂടെ എന്നെ പോപ്പുലറാക്കി തന്നു. നെഗറ്റീവിലൂടെയാണ് നിങ്ങൾ ചെയ്തതെങ്കിലും അതെനിക്ക് കുറച്ചും കൂടെ പോസിറ്റീവായ ഇമ്പാക്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ആരോപണം ഉന്നയിച്ചവർക്കും ദ്രോഹിച്ചവർക്കും നന്ദിയെ പറയാനുള്ളൂ. എനിക്ക് ആരോടും പിണക്കവും വിഷമമൊന്നുമില്ല. കേട്ടല്ലോ, ഒരുപാട് നന്മകൾ കിട്ടി. അതെന്താ പറ്റി? ഇപ്പൊ നന്മകൾ കുറഞ്ഞത് കൊണ്ടാണോ പിന്നെയും പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞുമായിട്ട് ഇറങ്ങിയത്? അപ്പൊ ഇനിയും ഞാൻ വീഡിയോ ചെയ്യുമല്ലോ, കാരണം ഞാൻ ചെയ്യാതിരിക്കത്തില്ല. അത് വേറെ ഒരു കാര്യം. ഇത് ഈ താങ്കളോട് ഇപ്പോഴും ഞാൻ പറയുന്നു, താങ്കൾ ചെയ്യുന്ന ചാരിറ്റി ഒന്നും എനിക്ക് പ്രശ്നമല്ല. അത് താങ്കൾ തന്നെ ചെയ്യണം. കാരണം അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അത് നല്ല കാര്യമാണ്. ചില ആൾക്കാർ പറയുന്നുണ്ട് മാരിയോ ജോസഫ് യേശു ഈസയും ഒന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചാരിറ്റി ചെയ്യുന്നില്ല. ചാരിറ്റി താങ്കൾ ചെയ്തോളൂ, അതൊന്നും നമ്മുടെ കുഴപ്പമില്ല. ഇനി ചാരിറ്റി ചെയ്യാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് കണ്ടോ ഞാൻ ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് എനിക്കെതിരെ ഇങ്ങനെ വരുന്നത് കൊണ്ട് ഞാൻ ഇനി ചാരിറ്റി നിർത്താൻ പോവാണ് എന്നുള്ള പരിപാടിയൊക്കെ വെക്കാനുള്ള കളിയാണോ എന്ന് നമുക്കറിയില്ലല്ലോ. കാരണം നിങ്ങൾക്ക് എന്തും പറയാം. കാരണം നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്, ബാക്കിയുള്ളവർ പറയുന്നത് മുഴുവനും തെറ്റാണ്. ശരിയല്ല മാരിയോ? അതെന്താ അങ്ങനെ? മാരിയോക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. മാരിയോ പറയുന്നതാണ്, മാരിയോ പറഞ്ഞ അങ്ങോട്ട് അങ്ങ് വെളുപ്പിച്ച് അത് വെള്ള പെയിന്റിന്റെ മുകളിൽ ഒന്നുകൂടെ വെള്ള പെയിന്റ് അടിച്ച് അങ്ങ് വെളുപ്പിക്കും. അത് ഭയങ്കര ഒരു പരിപാടിയാണ് കേട്ടോ. പക്ഷെ അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം ഇത് അങ്ങോട്ടുള്ള യാത്രയാണ്. അപ്പോ എന്റെ വിഷയം എന്ന് പറഞ്ഞാൽ താങ്കൾ ബൈബിളിലുള്ളവർ തന്നെയാണ് ഖുറാനിലുള്ളതെന്ന് പറഞ്ഞതിൽ നിന്നാണ് ഞാൻ താങ്കൾക്ക് വീഡിയോ ചെയ്തു തുടങ്ങുന്നത്. ഞാനാണല്ലോ ഫസ്റ്റിലെ താങ്കൾക്ക് വീഡിയോ ഈ 2024 ചെയ്തു തുടങ്ങിയത്. അതിനുശേഷം അനിൽകുമാർ അയ്യപ്പൻ ബ്രദർ വീഡിയോ ഒരെണ്ണം ചെയ്തു. പിന്നെ മറ്റുള്ളവർ അവരാരൊക്കെ എന്നുള്ളത് ഞാൻ നോക്കാൻ പോയിട്ടില്ല. അവരുടെ ആശയങ്ങളും കാര്യങ്ങളും എന്താണെന്ന് എനിക്കറിയില്ല. താങ്കൾ മുസ്ലിങ്ങളുടെ അല്ലാഹുവാണ്, ക്രിസ്ത്യാനികളുടെ യഹോവ എന്ന് പറഞ്ഞ് വീഡിയോ ഇറക്കിയപ്പോൾ അയ്യപ്പനും കൂടെ ഉള്ളവരും പിന്നെ ട്രൂത്ത് ബൈറ്റേഴ്സ് എന്ന് പേരെടുത്ത് താങ്കൾ പറഞ്ഞപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. പിന്നെ മറുപടി ആരൊക്കെ താങ്കൾക്ക് ഈ വിഷയത്തിൽ തരുന്നുണ്ടെന്നൊന്നും നോക്കണ്ടേ, അതുകൊണ്ടിരിക്കുകയാണ്.
പക്ഷേ മാരിയോ, താങ്കളൊരു കാര്യം ചെയ്തു. ഈ മുൻകൂറായിട്ട് താങ്കളൊരു ജാമ്യം അങ്ങ് എടുത്തു. എന്താണെന്നറിയാം ജാമ്യം? നിങ്ങളിത് കേൾക്കണം. ഉള്ളത് ഈ ക്ലാസ് ഒരാളും ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ട്രോളി അപ്ലോഡ് ചെയ്യരുതെന്ന് ഒരു വിനയ അഭ്യർത്ഥനയുണ്ട്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഓർക്കുക, അയാൾ യഥാർത്ഥ ചതിയനും വഞ്ചകനും ഇതൊക്കെയാണ്. ഇതാണ് മാരിയോയുടെ ജാമ്യം. ഈ ക്ലാസിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് ട്രോളി അപ്ലോഡ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ചെയ്താൽ ഓർക്കുക, അയാൾ യഥാർത്ഥ ചതിയനും വഞ്ചകനുമാണ്. എങ്ങനെയുണ്ട്? ഇത്രയും ഭാഗം കട്ട് ചെയ്ത് ഇടുന്നവൻ യഥാർത്ഥ ചതിയനും വഞ്ചകനുമാണ്. ഇദ്ദേഹത്തിന്റെ വീഡിയോ തന്നെ ഇദ്ദേഹം തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ വീഡിയോ തന്നെയാണല്ലോ. പുറത്തു നിന്നുള്ളവർ യഥാർത്ഥ ചതിയനും ഒക്കെയാണെന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു വീഡിയോ മുഴുവനും ഇട്ട് വ്യാഖ്യാനം കൊടുക്കാം. നല്ല കാര്യം, ഒരു കുഴപ്പമില്ല മാരിയോ. താങ്കളുടെ ആദ്യത്തെ വീഡിയോയ്ക്ക് ഞാൻ കുറച്ച് മറുപടി തരുന്നുണ്ട്. ഇത് ഇവിടം കൊണ്ട് ദൈവം അനുവദിച്ചാൽ അതിന് തുടർച്ചയായിട്ട് മറുപടി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഒരു കാര്യം മാരിയോ, ഈ വഞ്ചകനും ചതിയനും ആരാന്നറിയോ? വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു തരാം വഞ്ചകനും ചതിയനും ആരാണ്. 2 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവനാകുന്നു. കർത്താവായ യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്നുള്ളത് എങ്ങനെ വന്നു എന്നുള്ളതുകൊണ്ട് അറിയാവോ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അപ്പൊ വചനം ജഡമായി ഭൂമിയിലേക്ക് വന്നു. ഈ വചനം ആരാണെന്നറിയാവോ? മാരിയോയ്ക്ക് വചനം ആരാന്നറിയോ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 വായിച്ചാൽ മതി. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനമായിരുന്നവൻ, ആ ദൈവമായിരുന്ന ആൾ എവിടെത്തി? ജഡമായി ഭൂമിയിലേക്ക് കടന്നു വന്നു. മനസ്സിലായോ? എന്തിനാണ് വന്നതെന്നറിയോ? അതിനെപ്പറ്റി 1 കൊരിന്ത്യർ ലേഖനം 15:3-4 ഇത് വായിക്കുമ്പോഴത്തേനും കാണാം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. മരിയോസപ്പേ, ഈ കാര്യത്തിൽ വിശ്വസിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശു ഒരു പ്രവാചകൻ മാത്രമാണെന്ന് വിശ്വസിക്കുന്നു, ഒരു മിഖായിൽ മാലാഖയാണെന്ന് ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേനും അവരാണ് യഥാർത്ഥ ചതിയനും വഞ്ചകനും എതിർ ക്രിസ്തുവിന്റെ ആൾക്കാരും. താങ്കൾ ഈ യേശു വീസ ഒന്നാണെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ താങ്കൾ ഏത് കൂട്ടത്തിൽ പെട്ടതാണെന്നുള്ളത് താങ്കൾ തന്നെ അങ്ങ് ചിന്തിക്കുക. ഇനി വേറൊരു കാര്യം കൂടെ. റോമാലേഖനം 16-ാം അധ്യായന്റെ 17-18 ഇങ്ങനെ പറഞ്ഞു: സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്വപക്ഷങ്ങളെ ഇടർച്ചകളെ ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയല്ല, തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുകയും ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. അപ്പൊ ഈ ചക്രവാക്കും മുഖസ്തുതിയൊക്കെ പറഞ്ഞ് യേശു ഈസ ഒന്നാണെന്നും പറഞ്ഞ് അല്ലാഹു യഹോവ ഒന്നാണെന്നും പറഞ്ഞ് മുഖസ്തുതി തേടി നടക്കുന്നത് ട്രൂത്ത് വെയിറ്റേഴ്സിന്റെ ആൾക്കാരൊന്നും അല്ല. അങ്ങനെ തേടി നടന്ന ആരാണെന്നുള്ളത് യേശുവിനെ സ്നേഹിക്കുന്ന, യഥാർത്ഥമായിട്ട് യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവമെന്ന് സ്നേഹിച്ച് തന്റെ മക്കളായി തീർന്നവർക്കറിയാം ഇങ്ങനെ ചക്രവാക്ക് പറഞ്ഞു നടക്കുന്ന ആരൊക്കെയാണെന്നുള്ളത്. മനസ്സിലായോ? പിന്നെ വീഡിയോയില് മാരിയോ പറയുന്ന ഒരു കാര്യമുണ്ട്: അല്ലാഹു യഹോവയും ഒന്നാണ്, ആദവും നൂഹും നോഹയും ഇബ്രാഹീമും അബ്രഹാമും ഇസ്മായിലും ഈസയും യേശു ഒരാളാണ് എന്നാണ് ബേസിക് പ്രശ്നം എന്നാണ്. ഞാനും മാരിയോയ്ക്ക് മറുപടി വീഡിയോ ചെയ്യാനുള്ള കാരണം ഇത് രണ്ടും ഒന്നാണെന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ട് തന്നെയാണ്. അല്ല മാരിയോ, താങ്കൾ ഒരു കാര്യം ചോദിച്ചത്, ഇത് രണ്ടും രണ്ടാണെന്ന് ഉറപ്പാക്കിയോ ഈ വീഡിയോ കാരണം? താങ്കൾ ആദ്യം ഇറക്കിയ വീഡിയോ കാരണം? ഇല്ല. ഈ വീഡിയോ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായില്ല. കാരണം ഇനി വിഷയം മുഹമ്മദ് ദീദാത്ത് തുടങ്ങി, അങ്ങനെ പല ആൾക്കാരും ഭയങ്കര സംഭവമായിട്ടൊക്കെ തുടങ്ങി, അതിനെതിരെയൊക്കെ ക്രിസ്ത്യാനികൾ തുടങ്ങി എന്നൊക്കെ താങ്കൾ പറയുന്നുണ്ടല്ലോ. ദീദാത്ത് തുടങ്ങി, ഒരു വാദത്തിന് സമ്മതിക്കാം. ദീദാത്തിന് മറുപടി കൊടുക്കാൻ അവിടെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഫാദർ പുത്രോസ്
അറേബ്യൻ പ്രിൻസ്, ഡേവിഡ് വുഡ്, ഇവരാരും മലയാളികളല്ല മാരിയോ ജോസഫേ. കേരളത്തിലെ MM അക്ബർ കേരളത്തിലെ യേശു ദൈവമല്ല, ബൈബിള് ദൈവികമല്ല എന്ന് പറഞ്ഞ് നടന്നപ്പോൾ പരസ്യമായി മറുപടി കൊടുത്ത ആരായിരുന്നു? മാരിയോ ജോസഫ് ആയിരുന്നോ? ഏത് കത്തോലിക്ക സഭയിലെ ആളുണ്ടായിരുന്നു? താങ്കൾ പറയുന്നുണ്ടല്ലോ താങ്കൾ പരിശുദ്ധ സിംഹാസനത്തിന്റെ കീഴിലായിരിക്കുന്നത്. ആ പരിശുദ്ധ സിംഹാസനത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്ന എത്ര പേരുണ്ടായിരുന്നു? അത് മാരിയോ മനസ്സിലാക്കണം. ഫസ്റ്റിലെ വർഗീസം സാമുവൽ പാസ്റ്റർ മറുപടി കൊടുത്തു തുടങ്ങി, തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാറ്, പിന്നെ ഇപ്പോൾ റിട്ടയർഡായ ജെയിംസ് വർഗീസ് IAS, ഇവരൊക്കെ ആയിട്ട് MM അക്ബർ നേരിട്ട് സംവാദം നടത്തിയിട്ടുണ്ട്. അതിൽ വർഗീസം സാമുവൽ പാസ്റ്ററുമായിട്ട് സംവാദം നടത്തില്ല, വിദണ്ഡവാദമാണ് നടത്തിയത്. ആദ്യത്തെ പ്രാവശ്യം ബൈബിളിന്റെ ദൈവികത എന്ന വിഷയത്തിൽ വിദണ്ഡവാദം നടത്തി. പിറ്റേ ദിവസം ഖുറാന്റെ ദൈവികത എന്ന വിഷയത്തിൽ വിദണ്ഡവാദം, ഓരോ ഭാഗമാണല്ലോ, സംവാദമല്ല ഓരോ ഭാഗമായതുകൊണ്ട് നടത്തി. എന്നാൽ ഖുറാന്റെ ദൈവികത എന്ന വിഷയത്തിന്റെ ദിവസമായപ്പോഴത്തേനും നിച്ചോർ ട്രൂത്തിന്റെ ആൾക്കാർ കണ്ടം വഴി ഓടി. വർഗീസ് സാർ എന്ത് ചെയ്തു? നേരെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ, നിച്ചോർ ട്രൂത്തിന്റെ ഓഫീസിൽ ചെന്നിട്ട് ചോദിച്ചു, എന്തേ നിങ്ങൾ സംഭവത്തിന് അല്ല ഇതിന് വരാത്തത്, ചർച്ചയ്ക്ക് വരാത്തതെന്ന് ചോദിച്ചോ. പറഞ്ഞു, നമ്മൾ വാക്കാലല്ലേ കരാർ, എഴുതിയൊന്നും ഒപ്പിട്ടിട്ടല്ലോ എന്നും പറഞ്ഞിട്ട് അന്ന് 25 വർഷത്തിന് മുമ്പ് പോയ കള്ളന്മാര് ഇന്നും വന്നിട്ടില്ല. കാരണം അവർ വരികയാണെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഖുറാൻ എന്ന് പറയുന്ന പുസ്തകം പൊളിഞ്ഞടിക്ക് താഴെ, ഇസ്ലാം എന്ന് പറയുന്ന സാധനം ഒരൊറ്റ സംവാദം സാക്ഷി അപ്പോളജിസ് നെറ്റ്വർക്കായിട്ട് കേരളത്തിൽ ബൈബിളിന്റെ ദൈവികത, ഖുറാന്റെ ദൈവികത, ഇതിന്മേലൊരു സംവാദം നടത്തിയാൽ അത് പൊളിഞ്ഞു വീഴുമെന്നുള്ള കാര്യം അവർക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അവരിന്നും സാക്ഷിയുമായിട്ട് ഒരു സംവാദത്തിന് വരാത്തത്. പിന്നെ ഈ ഡേവിഡ് വുഡും മറ്റുള്ളതൊക്കെ മലയാളികളല്ലല്ലോ, അവര് മറ്റൊരു രാജ്യത്തല്ലേ. മലയാളികളായിട്ടുള്ളവരെന്ത് ചെയ്തു? അതിന് മറുപടി കൊടുത്തു. അത് മാരിയോയ്ക്ക് വലിയൊരു വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. ഇനി ഞങ്ങൾ ആ സമയത്ത് പരസ്യവേദിയിൽ ദൈവദാസന്മാർ കയറി നിന്നുകൊണ്ട്, പിന്നെ ജോൺസൺ തേക്കടിയിൽ അച്ഛൻ, ഇവരൊക്കെ കയറി നിന്നുകൊണ്ട് നല്ല രീതിയിൽ ഇസ്ലാമിന് മറുപടി കൊടുത്തപ്പോഴത്തേനും മാരിയോ നിൽക്കുന്ന കൂട്ടർ എന്തെന്നറിയാവോ? സ്നേഹസംവാദം വേദികളിൽ പോയി ഇസ്ലാമിന് അനുകൂലമായി സംസാരിക്കുകയും അവർക്ക് അനുകൂലമായിട്ട് ബുക്ക് ഇറക്കി എന്നുള്ളതുമാണ്. ആ ബുക്ക് ഇത് തന്നെയാണ് 2018 ഇറക്കിയ, അതെ, ക്രിസ്ത്യൻ ഇസ്ലാം സംഭാഷണം. ആരാ? ഡോക്ടർ വിൻസെന്റ് കുണ്ടോളം. ഈ പുസ്തകം വായിച്ചവരുണ്ടെങ്കിൽ ഇതിലെ കള്ളത്തരം ഞാൻ പറഞ്ഞുതരാം. ഉള്ളടക്കത്തിൻ്റെ അകത്ത് 5 ഭാഗം ക്രിസ്ത്യാനികളായിട്ടുള്ള എഴുതി. 6 മുതൽ എന്താണ്? യേശു ഇസ്ലാമിക വീക്ഷണത്തിൽ ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന്, മുഹമ്മദ് ബൈബിളിൽ KM ഖാദർ, ബൈബിൾ ഇസ്ലാമിക വീക്ഷണത്തിൽ EM സൈമൺ മാസ്റ്റർ, ഇസ്ലാമിന്റെ ഇതര മത ദർശനം CM ആലുവ, സ്ത്രീ ഇസ്ലാമിൽ M സലാഹുദ്ദീൻ. ഒരേ പുസ്തകത്തിൽ തന്നെ 99 വരെയുള്ള പേജുകൾ ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുന്നവരും, ബാക്കിയുള്ളവർ മുഴുവനും ഭാഗങ്ങൾ 161 പേജ് വരെ ഇവർ പറഞ്ഞത് നേരെ വിപരീതമായിട്ട് ഒരു പുസ്തകം ഇറക്കിക്കൊണ്ട് മാരിയോയുടെ കൂട്ടത്തിലുള്ളവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല മാരിയോ, താങ്കൾ പറയുന്ന പോലെ ആണെങ്കിൽ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കാത്തവരെ കൂട്ടുപിടിച്ച് പുസ്തകം ഇറക്കി അതിനും എല്ലാവിധ സപ്പോർട്ടും ചെയ്തവരെ എന്താണ് വിളിക്കേണ്ടത്? താങ്കൾ തന്നെ അങ്ങ് പറഞ്ഞു, ചതിയെന്ന് വിളിക്കണോ, വഞ്ചകനെന്ന് വിളിക്കണോ, എന്താണ് വിളിക്കുന്നത്? അത് താങ്കളൊന്ന് പറയുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി അടുത്തത്, മാരിയോ വലിയൊരു കള്ളം പറയുന്നുണ്ട്, അത് കേൾക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ആളുകളൊക്കെ ഇവര്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, ഇനി പറയുന്നത് വളരെ പ്രധാനമായി കേൾക്കണം. ഇവർക്ക് എന്ത് സംഭവിച്ചെന്നറിയോ? മുസ്ലിമീങ്ങൾ നിരന്തരം ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു, നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. എത്ര നേരം പറയാം? അവസാനം നമുക്കൊരു മടുപ്പ് വന്നപ്പോഴേക്കും നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേര് ഒരു തീരുമാനം എടുത്തേക്കണമെങ്കിൽ, അല്ലെ ഇവർ ഈ ചോദ്യം ചെയ്ത് നമ്മൾ മറുപടി എത്ര നാൾ കൊടുക്കും? നമുക്കൊരു കാര്യം ചെയ്താലോ, ഇവർ പറയുന്ന ഈസയാണ് നമ്മുടെ യേശു എന്നുള്ളത് കൊണ്ടല്ലേ ഈ തർക്കം. ഇത് രണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഇവരുമായിട്ട് നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. പിടികിട്ടിയില്ലേ? ഇവർ പറയുന്ന അള്ളയാണ് നമ്മുടെ യഹോവ എന്ന് പറയുന്നുണ്ടല്ലേ ഈ യഹോവ ആരാന്ന് പറഞ്ഞ തർക്കം. ഇവർ പറയുന്ന ആദം നമ്മുടെ ആദമാന്നുള്ളതുകൊണ്ടല്ലേ തർക്കം. ഇവർ പറയുന്ന ഇബ്രാഹിം നമ്മുടെ അബ്രാഹാം എന്നുള്ളതുകൊണ്ടല്ലേ തർക്കം. ഇവർ പറയുന്ന മൂസ നമ്മുടെ മോശ എന്നുള്ളതുകൊണ്ടല്ലേ തർക്കം. എടാ, ഈ തമ്മിൽ ഒരു ബന്ധമില്ലടാ, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല, മിണ്ടാണ്ട് പോടാ എന്ന് പറയാൻ കണ്ടെത്തിയൊരു മെത്തേഡാണ് ബൈബിൾ പറയുന്ന ആദമല്ല ഖുറാനിലെ ആദം, ബൈബിൾ പറയുന്ന മൂസയല്ല ഖുറാനിലെ മൂസ, ബൈബിൾ പറയുന്ന ഇബ്രാഹിം അല്ല ഖുറാനിലെ ഇബ്രാഹിം, ബൈബിൾ പറയുന്ന ഈസയല്ല ഖുറാനിലെ ഈസ. അങ്ങോട്ട് ബന്ധം കട്ടാക്കി. അപ്പോൾ തർക്കിക്കേണ്ട കാര്യമില്ല, ചോദ്യം വേണ്ട, ഉത്തരം വേണ്ട, സംഭവം എളുപ്പമായില്ലേ? ഇങ്ങനെ എളുപ്പത്തിൽ കാര്യങ്ങൾ ജനങ്ങളിലെ ബോധവൽക്കരിക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു സൂത്രമാണ് 2 2 എന്ന പഠനം. ശരിക്കും ഹൃദയത്തിൽ നിന്ന് പഠിപ്പിക്കുന്ന ഒരു ക്രിസ്ത്യാനി പഠിപ്പിക്കേണ്ടത്
ഒരാളെ കുറിച്ച് വളരെ മോശമായി മുഹമ്മദ് എഴുതി പിടിപ്പിച്ചതാണ് ഖുറാനിൽ കാണുന്ന കഥാപാത്രങ്ങൾ എന്ന് വേണം പറയാൻ. ഇത് രണ്ടും രണ്ടാണ് എന്ന് പറ എന്ന് പറഞ്ഞ് എന്നെ തല്ലിയോ നാട്ടുകാരെ തല്ലിയോ ഒന്നും കാര്യമില്ല. രണ്ടും രണ്ടാണോ ഒന്നാണോ എന്നതല്ല വിഷയം. ഖുറാനിൽ പറഞ്ഞ കഥാപാത്രങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന വിഷയം. 100% തെറ്റാണ്. ഐ റിപ്പീറ്റ്, 100% അതിലപ്പുറം അതിൽ പറഞ്ഞത് മുഴുവനും തെറ്റാണ് എന്ന് തെളിയിക്കാൻ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ തെളിവുകളുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ട്. ഒരു ഇച്ചിരി അപ്പോളജറ്റിക്സ് മിനിസ്ട്രി ചെയ്ത എല്ലാവർക്കും കാര്യങ്ങൾ നന്നായി അറിയാം. പിന്നെ ഈ രണ്ടും രണ്ട് എന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കി നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു, നമ്മൾ മറുപടി കൊടുത്തുകൊണ്ടിരുന്നു. അവസാനം മടുപ്പ് വന്നപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ചു പേര് ഒരു തീരുമാനമെടുത്ത് രണ്ടും രണ്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിടികിട്ടിയ അല്ല മാരിയോ രണ്ടല്ലേ, എന്നാൽ മാരിയോ പറയുന്നത് എങ്ങനെയാണെന്നൊന്ന് പറയണ്ടേ? മനസ്സിലായോ? ഇത് രണ്ടും രണ്ടല്ല എന്നാണോ ഒന്നാണെന്നാണോ പറയുന്നത്? മാരിയോ പറയുന്നത്, മാരിയോ ഇത് രണ്ടും രണ്ടായത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ഇതിന് മറുപടി കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയത്. മനസ്സിലായോ? ഇത് രണ്ടും രണ്ടാണെന്ന് തന്നെ ഞങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകവും ഖുറാനും ഹദീസുകളും മറ്റുള്ളതും വായിച്ചപ്പോൾ ഇത് രണ്ടും രണ്ടാണ് എന്നുള്ളത് തന്നെയാണ്. അല്ല, ഈ മാരിയോ പറയുന്നത് എന്താണ്? മാരിയോ പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ പഠിപ്പിക്കണമെന്നാണ്. ഇനി മാരിയോ പഠിപ്പിച്ചത് എന്താണെന്ന്, മാരിയോ എങ്ങനെ പഠിപ്പിച്ചതെന്നറിയോ? മാരിയോ തന്നെ അത് പറയുന്നുണ്ട്, മാരിയോ എങ്ങനെ പഠിപ്പിച്ചെന്നുള്ളത്. അപ്പൊ മാരിയോയെ മൗദൂദിസ്റ്റാക്കുന്ന ഓരോ ക്രിസ്ത്യാനികളോടും, തീവ്ര വിശ്വാസമുള്ള ക്രിസ്ത്യാനികളോടും പറയുന്നു, അല്ല യഹോവയല്ല. ആദം മുതൽ ഈസ വരെ ഖുർആനിൽ പറഞ്ഞ ഒരു കഥാപാത്രങ്ങളുമല്ല ബൈബിളിലെ കഥാപാത്രങ്ങൾ, രണ്ടും രണ്ട് തന്നെയാണ് എന്നല്ല മാരിയോ പറയുക. മാരിയോ പറയുക, ബൈബിളിലുള്ള കഥാപാത്രങ്ങളെ വികൃതവൽക്കരിച്ചെടുത്തതാണ് ഖുർആനിലുള്ള കഥാപാത്രങ്ങൾ എന്നാണ് മാരിയോ പറയുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഐ റിപ്പീറ്റ്, ബൈബിളിലുള്ള കഥാപാത്രങ്ങളെ, യഹോവ മുതൽ യേശു വരെയുള്ള എല്ലാ കഥാപാത്രങ്ങളെയും ഖുർആനിനകത്ത് ഡിസ്റ്റോർട്ട് ചെയ്ത് കളിയാക്കി നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി എടുത്ത ഒരു കഥാപാത്രങ്ങളാണുള്ളത്. ഹൃദയത്തിൽ നിന്നും പഠിപ്പിക്കുന്ന ക്രിസ്ത്യാനികളുടെ പഠിപ്പിക്കല്. മാരിയോ വലിയൊരു കള്ളത്തരമല്ലേ ഈ പറഞ്ഞത്? മാരിയോ എവിടെയാണ് മാരിയോ ഇത് രണ്ടും രണ്ടാണെന്ന് പഠിപ്പിച്ചത്? രണ്ടാണെന്നല്ല, വക്രീകരിച്ച് എഴുതിയതാണ്. ഖുറാന്റെ അകത്തുള്ളത് മുഴുവനും വക്രീകരിച്ചാണ് എഴുതിയിരിക്കുന്നതെന്ന് എവിടെയാണ് പഠിപ്പിച്ചത്? എവിടെയാണ് മാരിയോ പഠിപ്പിച്ചത്? നിങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ ഉടനെ ഈ തക്കിയ പറയുന്ന ആത്മാവാണ് നിങ്ങൾക്ക്. നിങ്ങൾ നേരത്തെ പഠിപ്പിച്ചത് എന്തായിരുന്നു? മാരിയോ ജോസഫ് പഠിപ്പിക്കുന്നത് എന്താണ്? ഇത് രണ്ടും വക്രീകരിച്ചതാണെന്ന് പഠിപ്പിക്കുന്നത്. മാരിയോ ജോസഫ് എവിടെയാണ് ഇത് രണ്ടും വക്രീകരിച്ചാണ് എഴുതിയിരിക്കുന്നത്? അല്ലെന്നുണ്ടെങ്കിൽ ഒരു പുസ്തകത്തിന്റെ അകത്ത് നല്ലപോലെ എഴുതി, ഒരു പുസ്തകത്തിന്റെ അകത്ത് മോശമായിട്ട് എഴുതി എന്ന് മാരിയോ എവിടെ പഠിപ്പിച്ചത്? ഇനി ഹൃദയത്തിൽ നിന്നും പഠിപ്പിക്കുന്ന ക്രിസ്ത്യാനികളുടെ പഠിപ്പിക്കൽ എന്താണെന്ന് നോക്കാം. ഇതേ നോക്കിക്കോ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി പറയുന്നത് വളരെ പ്രധാനമായി കേൾക്കണം. ഇവർക്ക് എന്ത് സംഭവിച്ചെന്നറിയോ? മുസ്ലിമീങ്ങൾ നിരന്തരം ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു, നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. എത്ര നേരം പറയും? അവസാനം നമുക്കൊരു മടുപ്പ് വന്നപ്പോഴേക്കും നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേര് ഒരു തീരുമാനം എടുത്തേക്കണെങ്കിൽ, അല്ലെ ഇവർ ഈ ചോദ്യം ചെയ്ത് നമ്മൾ മറുപടി എത്ര നാൾ കൊടുക്കും? നമുക്കൊരു കാര്യം ചെയ്താലോ, ഇവർ പറയുന്ന ഈസയാണ് നമ്മുടെ യേശു എന്നുള്ളത് കൊണ്ടല്ലേ ഈ തർക്കം. ഇത് രണ്ടും രണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഇവരുമായിട്ട് നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. പിടികിട്ടിയില്ലേ? ഇവർ പറയുന്ന അള്ളയാണ് നമ്മുടെ യഹോവ എന്ന് പറയുന്നതുകൊണ്ടല്ലേ ഈ യഹോവ ആരാന്ന് പറഞ്ഞ തർക്കം. ഇവർ പറയുന്ന ആദം നമ്മുടെ ആദമാന്നുള്ളതുകൊണ്ടല്ലേ തർക്കം. ഇവർ പറയുന്ന ഇബ്രാഹിം നമ്മുടെ അബ്രാഹാം എന്നുള്ളതുകൊണ്ടല്ലേ തർക്കം. ഇവർ പറയുന്ന മൂസ നമ്മുടെ മോശ എന്നുള്ളതുകൊണ്ടല്ലേ തർക്കം. എടാ ഈ തമ്മിൽ ഒരു ബന്ധമില്ലടാ, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല, മിണ്ടാണ്ട് പോടാ എന്ന് പറയാൻ കണ്ടെത്തിയൊരു മെത്തേഡാണ് ബൈബിൾ പറയുന്ന ആദമല്ല ഖുറാനിലെ ആദം, ബൈബിൾ പറയുന്ന മൂസയല്ല ഖുറാനിലെ മൂസ, ബൈബിൾ പറയുന്ന ഇബ്രാഹിം അല്ല ഖുറാനിലെ ഇബ്രാഹിം, ബൈബിൾ പറയുന്ന ഈസയല്ല ഖുറാനിലെ ഈസ. അങ്ങോട്ട് ബന്ധം കട്ടാക്കി. അപ്പോൾ തർക്കിക്കേണ്ട കാര്യമില്ല, ചോദ്യം വേണ്ട, ഉത്തരം വേണ്ട, സംഭവം എളുപ്പമായില്ലേ? ഇങ്ങനെ എളുപ്പത്തിൽ കാര്യങ്ങൾ ജനങ്ങളിലെ ബോധവൽക്കരിക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു സൂത്രമാണ് രണ്ടും രണ്ടാണ് എന്ന പഠനം. ശരിക്കും ഹൃദയത്തിൽ നിന്ന് പഠിപ്പിക്കുന്ന ഒരു ക്രിസ്ത്യാനി പഠിപ്പിക്കേണ്ടത്, ബൈബിളിലില്ലാത്ത ചില സമ്പതി ഖുർആനിലുണ്ട്, അതൊന്ന് പഠിച്ചോ. ബൈബിളിലില്ലാത്ത ചില സമ്പതി ഖുർആനിലുണ്ട്, അതൊന്ന് പഠിച്ചോ. യേശുവിനെ കുറിച്ച് പറയുന്ന 10 കാര്യങ്ങൾ. കൈയൊന്ന് 10 ഇങ്ങനെ നിവൃത്തി പിടിക്കാവോ? പെട്ടെന്ന് ഒന്ന് പഠിക്കാൻ, ആ സമയം തീർന്നു. കൈ നിവൃത്തി പിടിച്ചോ. ഖുർആൻ പറയുന്നു, യേശു ദൈവത്തിന്റെ വചനമാണ്, യേശു ദൈവത്തിന്റെ ആത്മാവാണ്, ജനിച്ചിട്ട് 2-ാം ദിവസം സംസാരിച്ചു,
യേശു ബൈബിൾ ലോകത്തിന് നൽകി, ചെളി കൊണ്ട് ജീവനുള്ള പക്ഷികളെ സൃഷ്ടിച്ച് രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, മരിച്ചവർക്ക് ജീവൻ നൽകി. യേശു സ്വർഗത്തിലേക്ക് പോയി, ഇപ്പോഴും ജീവിക്കുന്നു, വീണ്ടും ഈ ലോകത്തിലേക്ക് വരും. 10 കാര്യങ്ങൾ ഈശോയെക്കുറിച്ച് ഖുർആനിൽ പഠിപ്പിക്കുന്നതാ. ഒരു യാക്ഷുവ കയ്യടി മാക്സിമം ഉറക്കി ഒന്ന് കൊടുക്കാവോ? പോരാ, ഒന്നും കൂടെ മാക്സിമം ഉറക്ക കൊടുക്കാവോ? ആ 10 കാര്യങ്ങൾ. എന്തുവാ? യേശുവിനെ പറ്റി ബൈബിളിനകത്തുള്ളതിനേക്കാൾ കൂടുതൽ ഖുറാന്റെ അകത്താണ്. അവിടെ 10 കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. വക്രീകരിച്ച് പഠിപ്പിച്ചാണ് ഇത് മാരിയോ. നിങ്ങൾ ഇങ്ങനെയാണോ മാരിയോ ജോസഫ് വക്രീകരിച്ച് പഠിപ്പിക്കുന്നത്? അവിടെ ഇരിക്കുന്ന ക്രിസ്ത്യാനികളുടെ ഉള്ളിലേക്ക് ഖുറാൻ എന്ന് പറയുന്ന പുസ്തകത്തെ നേരിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ഇട്ടുകൊടുത്തുകൊണ്ട് ബൈബിളിൽ പറയാത്ത 10 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ബൈബിളിൽ പറയാത്ത പല കാര്യങ്ങളും പലതും പരിശുദ്ധനായ യേശു ക്രിസ്തുവിനെ പറ്റി പല ആൾക്കാരും എഴുതി പിടിപ്പിച്ച് നടക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ പുസ്തകത്തിന്റെ ഗതികേടാണ്. കാരണം യേശു ക്രിസ്തുവിനെ പോലെ ഉള്ള ഒരാൾ ഞങ്ങളുടെ പുസ്തകത്തിലുണ്ടെന്ന് വാദിച്ചെങ്കിൽ മാത്രമേ അവരുടെ മതം വളരത്തുള്ളൂ. അതിന് മാരിയോ ജോസഫ് അവിടെ ഇരിക്കുന്ന ജനങ്ങളുടെ ഉള്ളിലേക്ക് അവരെ കൊണ്ട് മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് 10 കാര്യങ്ങൾ ഇങ്ങനെ പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാരിയോ നിങ്ങളല്ലേ ഏറ്റവും ചതിയൻ. ക്രൂശിക്കപ്പെടാത്ത ക്രിസ്തുവിനെ നിങ്ങളെ പ്രസംഗിച്ചിട്ട് എന്ത് കാര്യം? ക്രൂശിക്കപ്പെടാത്ത ക്രിസ്തുവിനെ പറ്റി ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുസ്തകം പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ യേശു തന്നെയാണ് അത് എന്ന് പഠിപ്പിക്കുന്ന ആളിനെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ എന്താ വിളിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. മാരിയോ തന്നെ സ്വയം തീരുമാനിച്ചു നോക്കും. അതുകൊണ്ട് പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞുമായിട്ട് വരുമ്പോഴത്തേന് ശ്രദ്ധിക്കണം. ഇനി മാരിയോ പറഞ്ഞ എന്താണ്? എല്ലാ സ്ഥലത്തും ഇരുന്നുകൊണ്ട് ഞാൻ അങ്ങനെ പഠിപ്പിച്ചില്ല. ഇനി മൈക്കൽ കാര്യമറ്റോച്ചനുമായിട്ട് ഇരുന്നിട്ട് എന്താ? ഇപ്പോഴും ആ വീഡിയോ നിങ്ങളുടെ യൂട്യൂബിൽ കിടപ്പുണ്ടല്ലോ, എന്തുകൊണ്ടത് മാറ്റാൻ പറ്റുന്നില്ല? അച്ഛൻ എന്നോട് ചോദിച്ച ചോദ്യം ഖുർആനിൽ പറയുന്ന ഈസാ നബിയാണോ ബൈബിളിലെ യേശു ക്രിസ്തു, ഖുർആനിലെ മറിയമാണോ ബൈബിളിലെ മറിയം എന്നാ ചോദിച്ചേ. എടുത്ത വായിക്ക് ഞാൻ അതിന് മറുപടി യെസ് എന്നേ പറയുള്ളൂ, ആണ് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് ആരെതിർത്താലും അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ വെല്ലുവിളിയോടുകൂടി ഇറക്കിയതല്ലേ, എന്തുകൊണ്ടത് മാറ്റാൻ പറ്റും? നിങ്ങളുടെ വെല്ലുവിളി ഇതല്ലായിരുന്നു, എന്തേ മാറ്റാത്തത്? നിങ്ങളുടെ ഉള്ളിൽ നിന്നും പോയിട്ടില്ല. യേശുവും ഈസയും ഒന്നാണെന്ന് ഇപ്പോഴും നിങ്ങളുടെ പഠിപ്പീരും. അപ്പോൾ ഇനി നിങ്ങൾ പറയുക മാരി ആരാണെന്ന്. ബാക്കി ഭാഗം ദൈവം അനുവദിച്ചാല് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുകൊണ്ട് മാരിയോ ഒരു വാക്യം ഞാനൊന്ന് പറയട്ടെ. റോമാലേഖനം 18 അധ്യായം 17-18. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്പക്ഷങ്ങളെ ഇടർച്ചകളെ ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല തങ്ങളുടെ വയറ്റിനെ എത്ര സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. എന്നെ കേട്ട നിങ്ങളോട് പറയാണ്, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞുമായിട്ട് വന്നിരിക്കുകയാണ്, വേറെ ഒന്നുമല്ല. അതിൻ്റെ അകത്ത് താങ്കളെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് ട്രൂത്ത് വെയിറ്റേഴ്സ് ആണ് എന്നൊക്കെ പറയുമ്പോഴത്തേന് എവിടെ ദ്രോഹിച്ചു? ഉള്ളതുപോലെ വിളിച്ചു പറയുന്നത് ദ്രോഹമാണെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്നേ. പിന്നെ താങ്കൾ ഈ എല്ലാവരും ഉള്ളൊരു പരിപാടിയാണ് ഈ അയ്യപ്പനും കൂട്ടരും. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അനിൽകുമാർ അയ്യപ്പനും ബ്രദറിന്റെ അച്ഛന്റെ പേരാണ് അയ്യപ്പൻ എന്നുള്ളത്. അദ്ദേഹം മരിച്ചും പോയി. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു ജാതീയത കിടപ്പുണ്ടല്ലോ, ഒരു ജാതിവെറി കിടപ്പുണ്ടല്ലോ മാരിയോ ജോസഫെ. നിങ്ങളെപ്പോലെ കുറെ എണ്ണമുണ്ട്, നിങ്ങളെപ്പോലുള്ള കുറെ എണ്ണമുണ്ട്. അത് നിങ്ങളുടെ ആ ഒരു ജാതിവെറി കിടക്കുന്നതാണ് നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങൾ ജാതിവെറി കാണിക്കുന്നതാണത്. അനിൽകുമാർ അയ്യപ്പനും കൂട്ടരും എന്ന് പറഞ്ഞിട്ട് അയ്യപ്പനും കൂട്ടരും എന്നും പറഞ്ഞ് ആക്ഷേപിക്കുമ്പോഴത്തേന് അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചുപോയതല്ലേ, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിലാണോ അറിയപ്പെടുന്നത്? അനിൽകുമാർ അയ്യപ്പൻ തന്നെയല്ലേ അറിയപ്പെടുന്നത്, അനിൽകുമാർ എന്നല്ല അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു ജാതിവെറി കാണിക്കുന്ന എന്താണ്? എന്നിട്ട് നിങ്ങൾ പറയാം നിങ്ങളെ ജാതിവെറിയാക്കിയ. നിങ്ങൾ പറയുന്നതിൻ്റെ അകത്തെ പല ഭാഗങ്ങളും ദൈവം എന്ന് വെച്ചാൽ അടുത്ത എപ്പിസോഡിൽ ആദ്യത്തെ വീഡിയോയിൽ നിന്ന് തന്നെ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിച്ച് ഇങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേനും എത്ര നാൾ പോകുമായിരിക്കും? പിന്നെ ഒരു കാര്യം കൂടെ പറയാം. താങ്കൾക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തല്ലോ, താങ്കൾ എന്നോട് ചോദിക്കണം എൻ്റെ കുടുംബത്തെ പറ്റി കേട്ടോ. യൂട്യൂബിലോ മറ്റുള്ള ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ പോയി തപ്പണ്ട. എൻ്റെ ഭാര്യനെയും മക്കളെ അന്വേഷിച്ച് എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അല്ല ഇനി അവിടെ ഒന്നും പോയി തപ്പരുത് കേട്ടോ, പഴയതുപോലെ. അതിവിടെ ഒക്കെ ഓർക്കുന്നത് നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ. കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ സുവിശേഷ പ്രവർത്തനം നിർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. ഓക്കെ, കർത്താവായ യേശുക്രിസ്തുവിനെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തി സംസാരിക്കാൻ ശ്രമിക്കുക. ഇപ്പോഴും താങ്കളുടെ ഉള്ളിൽ നിന്ന് ആ 2 പഠിപ്പീര് മാറ്റിയിട്ട്
ഒരുമിച്ച് നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം? അത് തന്നെ എൻ്റെ ചോദ്യം. നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം? പ്രശ്നം ഇത്രേ ഉള്ളൂ. അല്ലാഹു യഹോവ ഒന്നാണെന്നും യേശു ഈസ ഒന്നാണെന്നും ബൈബിളിനകത്തുള്ളവർ മൊത്തം ഇതിൻ്റെ അകത്ത് ഒന്നാണെന്ന് പറഞ്ഞിരിക്കുന്ന വീഡിയോസ് എല്ലാം ഒന്ന് പിൻവലിച്ച് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ താങ്കളുടെ സഭയെ കൂട്ടുപിടിച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ സഭയായിട്ടുള്ള വിഷയം. പക്ഷേ ഇത് ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെയും പേര് താങ്കളുടെ വീഡിയോയ്ക്കകത്ത് താങ്കൾ എടുത്ത് പരാമർശിച്ചത് കൊണ്ട് തന്നെയാണ് ഈ മറുപടി തുടങ്ങണമെന്ന് വെച്ച്. ഇനി ആ വീഡിയോയ്ക്ക് ദൈവം അനുവദിച്ചാൽ ഘട്ടം ഘട്ടമായിട്ട് മറുപടി തരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്നെ കേട്ട എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം ഇത്രേ ഉള്ളൂ. പലരും യേശുക്രിസ്തുവിനെ പറ്റി ഞങ്ങളുടെ പുസ്തകത്തിലുണ്ട് പേര് മാറ്റിയൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോ. കൊരിന്ത്യർ ലേഖനം 15:3-4 പറഞ്ഞിരിക്കുന്ന പോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. എൻ്റെ കേട്ട പ്രിയ സഹോദരങ്ങളെ, തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കാത്ത ഏതെങ്കിലും ഒരു ക്രിസ്തുവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയല്ല. കാരണം യേശുക്രിസ്തു വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്ന സകല മനുഷ്യരുടെ പാപങ്ങൾക്കായിട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന് വെച്ചാൽ തിരുവെഴുത്തുകളിൻ പ്രകാരം മരിക്കാനും അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നതാണ്. അങ്ങനെ ചെയ്യാത്ത ഒരു ക്രിസ്തുവിനെ നിങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്നിട്ട് നിങ്ങളോട് നിങ്ങളുടെ യേശുവാണ് ഞങ്ങളുടെ ഈസ, നിങ്ങളുടെ യേശുവാണ് ഞങ്ങളുടെ വേദങ്ങൾ എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരോട് സഹോദര ഇന്ന കാര്യം തിരുവെഴുത്തുകളിൻ പ്രകാരം പാപങ്ങൾക്കായിട്ട് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. മരിച്ചിട്ടുണ്ടോ? ഇല്ല. അടക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഞങ്ങൾ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, എല്ലാം കഴിഞ്ഞ് കാലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഒരാൾ വന്നിട്ട് പറയാണ് ഇത് രണ്ടും ഒന്നാണെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? എന്നെ കേട്ടവരോട് പറയാണ്, ഇത്തരം പഴയ ദുരിതത്തിൽ പുതിയ വീഞ്ഞുമായിട്ട് വന്ന മാരിയോയെ നിങ്ങൾ സൂക്ഷിക്കുക. അതുകൊണ്ട് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട്, വചനം ദൈവമായിരുന്നു. ആ വചനം ദൈവമായിരുന്നവൻ ജഡമായി ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയാണ്. ആ വിശ്വാസം നിങ്ങളെല്ലാവരെയും നയിക്കട്ടെ. നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം ഹൃദയം തുറന്നു വെച്ച് വായിക്കുക. ഹൃദയത്തിൽ നിന്നുള്ള ക്രിസ്ത്യാനികൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തു എന്തിന് ഭൂമിയിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്, എന്തിന് മരിച്ചു എന്നുള്ളതാണ്, എന്തിന് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. അതിനെ പഠിക്കുന്ന ഒരു വിശ്വാസിക്ക് മറ്റൊരു പുസ്തകത്തിൽ ആശ്രയിച്ച് നിന്നുകൊണ്ട് ക്രിസ്ത്യാനിയാകേണ്ട കാര്യമില്ല. വിശുദ്ധ വേദപുസ്തകം തന്നെ അതിന് ഏറ്റവും വലിയ ആധാരമാണ്. എന്നെ കേട്ട എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ ഇതിന് ബാക്കി എപ്പിസോഡുകളുടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.